അങ്ങേയറ്റം തന്നെ വേദനാജനകമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇനി നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. സമൂഹം ഒരുമിച്ച് ഇതിനെ പരിഹരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങണം. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നിരവധി ആറുകളും തോടുകളും, ശുദ്ധജലം ഒഴുകേണ്ട ആറുകളും തോടുകളും മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ടിടപെട്ടുകൊണ്ട് വർഷങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷൻ പല തരത്തിലിടപെട്ടിട്ടും പരിഹരിക്കാതെ ഈ വിഷയം ഇങ്ങനെ മനുഷ്യജീവനുകൾ അപഹരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ആവശ്യമാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്തോടെ ഈ പ്രശ്നം പരിഹരിക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കും. അതിന് സമൂഹം ഒന്നടങ്കം അതിനോടൊപ്പം നിൽക്കണം. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ ശ്രീ കെ സുരേന്ദ്രൻജി ആവശ്യപ്പെട്ടിരുന്നു 1 കോടി രൂപ നഷ്ടപരിഹാരം കുടുംബത്തിന് സംസ്ഥാന സർക്കാർ അടിയന്തരമായി. നമുക്കറിയാം, ജോയിയുടെ വീട് വഴി പോലും ഇല്ല മുകളിലേക്ക്, നമുക്ക് അങ്ങോട്ട് പോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അടിയന്തരമായി പ്രഖ്യാപിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങളൊക്കെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനപ്രതിനിധികളൊക്കെയാണ്, എന്നോടൊപ്പം ഉള്ള എല്ലാവരും. അവിടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പോകുന്ന ജീവനക്കാർക്ക് മതിയായ സുരക്ഷാ സൗകര്യങ്ങളില്ല. അവർക്ക് പലർക്കും ഗ്ലൗസ് പോലും ലഭിക്കുന്നില്ല. അവർക്കൊക്കെ കൊടുക്കുന്ന ആനുകൂല്യങ്ങളും ശമ്പളവും വർദ്ധിപ്പിക്കുവാനും അവർക്ക് മതിയായ മുൻകരുതൽ സംവിധാനം, ഈ ഇത്രയും വൃത്തിഹീനമായ സാഹചര്യങ്ങളിലൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നു. മഴയത്ത് വെളുപ്പിനൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ പോയിട്ട് കുട്ടികളെയൊക്കെ തന്നെ പരിപാലിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് അതിനാവശ്യമായ സൗകര്യം അനുവദിക്കുവാൻ കൂടി ഈ അവസരത്തിൽ സഹായിക്കണം. മറ്റു കാര്യങ്ങൾ അടുത്തൊരവസരത്തിൽ പറയും.